വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ളതായ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. നമുക്കറിയാം, മരുഭൂമിയിൽ ആയിരുന്നതായ പൗലോസ് രക്തബന്ധങ്ങളോട് പോലും ആലോചന ചോദിക്കാതെ താന് മരുഭൂമിയിലേക്ക് പോയി എന്നാണ് ഗലാത്യ ലേഖനത്തിൽ തന്റെ അനുഭവം എഴുതിയിരിക്കുന്നത്. എത്ര വർഷമാണെന്ന് നമുക്കറിയാം. 3 വർഷം താൻ മരുഭൂമിയിലായിരുന്നു. എന്തിനാ 3 വർഷം മരുഭൂമിയിലായിരുന്നതെന്ന് ചോദിച്ചാൽ, കർത്താവ് തൻ്റെ 12 ശിഷ്യന്മാരെയും കൊണ്ട് ശുശ്രൂഷ പഠിപ്പിച്ചത് 3 വർഷം കൊണ്ടാണ്. ആ 3 വർഷം ഒരാൾ പൗലോസ് മാത്രം മരുഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് പൗലോസിന് വേണ്ടി അതേ രീതിയിൽ സമയം ചെലവഴിച്ചാണ് പൗലോസിനെ ന്യായപ്രമാണത്തിൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിൽ എത്തത്തക്കവണ്ണമുള്ളതായ ഡിവൈൻ നോളജ് കൊണ്ട്, ഡിവൈൻ വിസ്ഡം കൊണ്ട് നിറയ്ക്കുവാൻ ഇടയായത്. അപ്പോൾ പൗലോസ് ഒരാളല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നീ എങ്ങനെങ്കിലും പൗലോസ് നീ എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ചോ, നിനക്ക് ഗ്രീക്ക് നീ പണ്ഡിതനാണ്, ന്യായപ്രമാണത്തിന്റെ പണ്ഡിതനാണ്, അതുകൊണ്ട് നീ എങ്ങനെയും പഠിച്ചോ എന്ന് പറഞ്ഞ കർത്താവ് എന്ത് ചെയ്തില്ല? പൗലോസിനെ തള്ളിക്കളഞ്ഞില്ല. അതുകൊണ്ട് പൗലോസ് വളരെ ക്ലിയർ ആയിട്ട് രേഖപ്പെടുത്തിയിരിക്കുകയാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതും, അപ്പോസ്തലന്മാരിൽ നിന്നല്ല, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നതുമായ വിഷയം. പ്രൈസ് ദി ലോർഡ്. അപ്പോ നമ്മുടെ കർത്താവ് ഒരാളിന് വേണ്ടി ചെലവാക്കിയതായ ആ മണിക്കൂറുകൾ 12 അപ്പോസ്തലന്മാർക്ക് വേണ്ടി ചെലവാക്കിയതായ അല്ലെങ്കിൽ വലിയ പുരുഷാരത്തിന് വേണ്ടി ചെലവാക്കിയതായ ആ അതേ തുല്യ സമയമാണെങ്കിൽ ഒരു വ്യക്തിയാണെങ്കിൽ പോലും ദൈവവചനം പഠിക്കണം എന്നുള്ളതായ ആഗ്രഹത്തോടെ കടന്നു വരുന്നവർക്ക് ഗൗരവത്തോടുകൂടെ ദൈവവചനം പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് കർത്താവിന്റെ ദാസന്മാരുടെ ഉത്തരവാദിത്വം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നമുക്ക് വളരെ ശ്രദ്ധയോടെ ആയിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നാം പഠിച്ച് നിർത്തിയതായ വിഷയം പുറപ്പാട് പുസ്തകം 17-ാം അധ്യായമാണ്. 17-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ടതായ വിഷയങ്ങളെല്ലാം നാം ചിന്തിപ്പാനായിട്ടിടയായി. അതിൽ 17-ാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, രഫീദീമിൽ ഒരാശ്വാസദേശം അല്ലെങ്കിൽ ഒരു റിഫ്രഷ്മെന്റ് പ്ലേസ് എന്നുള്ളതായ നിലയിൽ രഫീദീമിൽ അവരെത്തി. പക്ഷേ അവരുദ്ദേശിച്ചതുപോലെയുള്ളതായ ആശ്വാസമൊന്നും അവർക്ക് ലഭിക്കാനിടയായി. അവിടെ കലഹമുണ്ടായി, മാറായുണ്ടായി, കലഹമുണ്ടായി. ദൈവം ആ കലഹത്തെ മാറ്റി സുഗമമായ യാത്ര അവർക്ക് നൽകി. പക്ഷേ വായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറഞ്ഞത് അമാലേക്കുമായിട്ടുള്ള യുദ്ധമാണ്. മരുഭൂമിയിലെ 5 യുദ്ധങ്ങളിൽ ആദ്യത്തെ യുദ്ധമാണ്. അത് ഇസ്രായേൽ മക്കളുടെ കുഴപ്പം കൊണ്ട് വന്ന യുദ്ധമല്ല, ഇസ്രായേൽ മക്കൾ വിളിച്ചു വരുത്തിയ യുദ്ധവുമല്ല, എന്തെങ്കിലും ആർക്കെങ്കിലും പ്രകോപനം ഉണ്ടാക്കിയിട്ട് ഒരു യുദ്ധം ഫേസ് ചെയ്യേണ്ടതായ അവസ്ഥയുമല്ല ഇസ്രായേൽ മക്കൾക്ക് വന്നത്. ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവം ഒരുക്കിയതായ വഴികളിൽ കൂടെ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം അവർ യാത്ര ചെയ്യുമ്പോൾ അമാലേക്ക് വന്ന് യുദ്ധം ചെയ്യുകയാണ്. നമ്മൾ മനസ്സമാധാനത്തോടെ സ്വസ്ഥതയോടെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴും നമുക്ക് എതിരായി വന്നാക്രമിക്കുന്ന ഒരു പ്രസൻസ് ഓഫ് എനിമി ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകില്ല. പക്ഷേ അവിടെ ദൈവം വ്യക്തമായൊരു പ്രൊവിഷൻ അവർക്ക് കൊടുക്കുകയാണ്. ശത്രു വന്ന് യുദ്ധം ചെയ്താലും ശത്രുവിനോട് പോയി യുദ്ധം ചെയ്താലും ദൈവജനം ജയിക്കണമെന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പദ്ധതി പ്രകാരം മാത്രം ജനം യുദ്ധം ചെയ്യണം. ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറി യുദ്ധം ചെയ്യുവാൻ പ്രമാണമില്ല. ദൈവം എന്താ പറഞ്ഞതെന്ന് നമുക്കറിയാം. യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, നീ യോശുവയോട് പറയണം, ജനത്തിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്തുകൊണ്ട് യുദ്ധമുന്നണിയിലേക്ക് പോകണം. എന്നിട്ട് മോശയോട് പറഞ്ഞു, നീ പോയി കിടന്നുറങ്ങാനല്ല, നീ എന്ത് ചെയ്യണം, നീ ഞാൻ നിന്നെ ഏൽപ്പിച്ചതായ വടി, ദൈവത്തിന്റെ വടി എന്ന പേരിൽ
ഞാൻ നിന്നെ ഏൽപ്പിച്ചതായ വടിയും കൊണ്ട് കുന്നിന് മുകളിൽ കയറും. ഏതെങ്കിലും വടി എവിടെ നിന്നെങ്കിലും എടുത്താൽ പോരാ, ദൈവം ഏൽപ്പിച്ചതായ ദൈവത്തിന്റെ വടി തന്നെ എടുക്കണം. ആ വടിയും എടുത്തുകൊണ്ട് കുന്നിന്റെ മുകളിൽ കയറി, വെറുതെ വടിയും പിടിച്ചിരിക്കാനല്ല, ആ കൈകൾ ഉയർത്തപ്പെട്ടിരിക്കണം. ഉയർത്തപ്പെട്ടതായ കൈകളിൽ ആ വടി ഉണ്ടായിരിക്കും. മോശയുടെ കൈ എത്രമാത്രം ഉയർന്നിരിക്കുമോ ആ ഉയർന്നിരിക്കുന്നിടത്തോളം യോശുവയും ഇസ്രായേൽ മക്കളും യുദ്ധത്തിൽ ജയിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ മോശ എപ്പോഴാണോ ആ വടി കൈയോടുകൂടെ താഴുവാനിടയായിത്തീരുന്നത്, അപ്പോൾ അമാലേക്ക് ശക്തി പ്രാപിക്കും. അമാലേക്ക് ഇസ്രായേലിന്റെ മേൽ ജയമെടുക്കുവാനായിട്ടിടയാകും. അതുകൊണ്ട് ഇസ്രായേൽ ജയിക്കണമെന്നുണ്ടെങ്കിൽ മോശയുടെ കൈ ഉയർന്നിരിക്കണം. മോശയുടെ കൈ ഉയർന്നിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞു കൊടുത്തില്ല. അങ്ങനെ വായിക്കുന്നില്ലല്ലോ നമ്മൾ. മോശയുടെ കരം ഉയർന്നിരുന്നെങ്കിലേ ഇസ്രായേലിന് ജയമുള്ളൂ. ശ്രദ്ധിക്കണമേ, നമ്മുടെ ജീവിതത്തോട് ചേർന്ന ആത്മീക ദൂത് സംസാരിക്കുന്നതിൻ്റെ മധ്യത്തിൽ വരികയാണെങ്കിൽ നമ്മളത് ഏറ്റെടുക്കണം. ദൈവാത്മാവിന്റെ ഉള്ളത്തിൽ പ്രകാശനം തരുന്നതനുസരിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ തയ്യാറാക്കി വച്ചിരിക്കുന്ന നോട്ട്സിൽ നിന്ന് വിഭിന്നമായിരിക്കുന്നതായ ചില ചിന്തകൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വരുമ്പോൾ മനസ്സിലാക്കണം, അത് നമ്മോടുള്ളതായ പ്രസന്റിലുള്ളതായ ദൂതാണെന്ന് നമ്മൾ മനസ്സിലാക്കി അത് ഏറ്റെടുക്കുന്നത് നന്നായിരിക്കും. ഇവിടെ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞില്ല, മോശെ നിന്റെ കൈ ഉയർന്നിരിക്കാൻ ഇന്നത് ചെയ്യണമെന്ന് മോശയോട് പറഞ്ഞില്ല. മോശയോട് ദൈവത്തിന് പറയാമായിരുന്നു, നീ എന്ത് ചെയ്യണം, അഹരോനെയും ഹൂരിനെയും വിളിച്ചു വരുത്തണം, നിന്റെ കൈ താണുപോകും, അതുകൊണ്ട് നീ അവരോട് പറയണം എൻ്റെ കൈ ഉയർത്തണം എന്ന് പറയണം എന്നൊന്നും ദൈവം പറഞ്ഞതായിട്ട് നമ്മളിവിടെ വായിക്കുന്നില്ല. പക്ഷേ മോശയുടെ കരം കുറച്ചു നേരം ഉയർന്നപ്പോ നമുക്കറിയാം, ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു 2 കൈയും വെറുതെ ഉയർത്തിയാൽ പോലും ഒരു 5-10 മിനിറ്റ് കഴിയുമ്പോൾ കൈക്ക് തളർച്ചയുണ്ടാകും. ആ ഉയർന്ന കൈ താഴുവാനായിട്ടിടയാകും, ആ ബലം നഷ്ടപ്പെടും. അതിൻ്റെ കൂടെ നീളമുള്ള ഒരു വടിയും കൂടെ ആണെങ്കിലോ ആ സമയം കുറവായിരിക്കും. അപ്പോ കൈ താഴുവാനിടയായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഇസ്രായേൽ തോക്കും. അപ്പോ അമാലേക്ക് മുമ്പോട്ട് കയറും, ഇസ്രായേൽ പുറകോട്ട് പോകും. മോശയുടെ കാര്യം ഉയർന്നിരിക്കേണ്ടതിന് വേണ്ടി ദൈവം ആലോചന കൊടുത്തില്ല. മീൻസ് അതിനെന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം ദൈവം ആലോചന പറഞ്ഞില്ല. മോശയുടെ കൈ ഉയർന്നിരിക്കേണ്ടത് ആവശ്യമാണെന്ന് കണ്ട ഹൂരും അഹരോനും അവര് പർവ്വതത്തിൽ കയറി ഇടത്തും വലത്തുമായി അവരിരുന്ന് മോശയുടെ കരം താങ്ങിപ്പിടിക്കുവാനിടയായി. ചില കാര്യങ്ങളിൽ ദൈവം അതിന്റെ അൾട്ടിമേറ്റ് അവസാനത്തെ പോയിന്റ് മാത്രമേ പറയുകയുള്ളൂ. നീ ജയം പ്രാപിക്കണമെങ്കിൽ, നിന്റെ ജീവിതം ക്രമീകരിക്കപ്പെടണമെങ്കിൽ, നീ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, നിന്റെ കുടുംബം നന്നായി പോകണമെങ്കിൽ, നിന്റെ വിദ്യാഭ്യാസം ശരിയാകണമെങ്കിൽ, നിന്റെ ജോലി ശരിയാകണമെങ്കിൽ, നിനക്ക് ഉദ്ദേശിക്കുന്നതായ വരുമാനം ലഭിക്കണമെങ്കിൽ അൾട്ടിമേറ്റ് നാം ചെയ്യേണ്ടത് പറയും. ഇടയ്ക്കുള്ളതായ കാര്യം എല്ലാവരോടും ദൈവം പറയില്ല. കാരണം എന്താണെന്നറിയാമോ? പക്വത പ്രാപിക്കുന്നതായ മെച്യൂരിറ്റിയിലേക്ക് വരുന്നതായ ജനം അവരവർ തന്നെ ചിന്തിച്ച് കാര്യങ്ങൾ എടുക്കണം. അതാണ് മെച്യൂരിറ്റിയുടെ ലക്ഷണം. സ്പിരിച്വൽ മെച്യൂരിറ്റി നാം പ്രാപിച്ചിരിക്കണം. സ്പിരിച്വൽ മെച്യൂരിറ്റി പ്രാപിക്കാതെ ദൈവസന്നിധാനത്തിൽ എടുക്കപ്പെടുകയില്ല എന്നുള്ള കാര്യം കൃത്യമായി മനസ്സിലാക്കണം. ദൈവസന്നിധാനത്തിൽ നമ്മളെ എടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? കർത്താവിനോട് കൂടെ ഭരിക്കേണ്ടതിന് വേണ്ടിയാണ്. ഒരു ഭരണകർത്താവായിരിക്കണമെങ്കിൽ അവൻ ആ ഭരണതലത്തിൽ മെച്യൂറായിരിക്കണം. മെച്യൂരിറ്റി ഇല്ലാത്തതായ ആർക്കും ഭരിക്കാൻ കഴിയത്തില്ല. അപ്പോൾ കർത്താവിനോട് കൂടെ ഭരിക്കുവാനായി ദൈവം നമ്മെ തിരഞ്ഞെടുക്കുമ്പോൾ നാം സ്പിരിച്വൽ മെച്യൂരിറ്റിയിലേക്ക് വരണം. സ്പിരിച്വൽ മെച്യൂരിറ്റി എങ്ങനെയാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്? നമ്മുടെ മുമ്പിൽ വരുന്നതായ നമ്മുടെ പ്രശ്നങ്ങൾ നാം അത് സോൾവ് ചെയ്യുവാൻ സാഹചര്യം നോക്കി, ചുറ്റുപാടുകൾ മനസ്സിലാക്കി, നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കി
ദൈവമേൽപ്പിച്ചിരിക്കുന്നതായ കൃപകൾ മനസ്സിലാക്കി നാം എന്തു ചെയ്യണം? നാം ചെയ്യേണ്ടത് ചില തീരുമാനങ്ങൾ നാം എടുക്കണം. ഇവിടെ അഹരോനും ഹൂരും അതാ ചെയ്തത്. അഹരോനും ഹൂരും ആ തീരുമാനമെടുത്ത് മോശയുടെ കരം ഉയർത്തുവാനായിട്ട് അവർ തീരുമാനിച്ചു കഴിഞ്ഞപ്പോ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തു. മോശയുടെ കരം ഉയർന്നിരിക്കുന്നത് കൊണ്ടല്ല അമാലേക്ക് ജയിച്ചതെന്ന് മനസ്സിലാക്കണം. അത് മോശ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. മോശ ആ പ്രവൃത്തി ചെയ്തപ്പോ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്തു. അമാലേക്കിനെ പിന്നോട്ട് തള്ളി. അമാലേക്ക് തോറ്റുപോകുവാൻ ഇടയായി. തോൽവിയും ജയവും ദൈവത്തിങ്കിൽ നിന്നാണ് വരുന്നത്. അതിന് പക്ഷേ പാത ഒരുക്കുന്നത് മനുഷ്യനാണ്. നമ്മുടെ ജീവിതത്തിൽ നന്മയും തിന്മയും സംഭവിക്കുന്നത് നന്മ സംഭവിക്കുന്നത് ദൈവത്താലാണ്. തിന്മ ഒരിക്കലും ദൈവം ചെയ്യുകയില്ല. തിന്മ നാം തന്നെ വരുത്തി വെക്കുന്നതാണ്. കാരണം ദൈവത്തിന്റെ നന്മയുള്ളതായ വഴിയിൽ നിന്ന് നാം മാറിപ്പോകുന്നത് കൊണ്ടാണ് തിന്മ നമ്മെ ഭരിക്കുവാൻ ഇടയായിട്ട് തീരുന്നത്. അതുകൊണ്ട് നാം നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതായ ആ സ്പിരിച്വൽ മെച്യൂരിറ്റി ഉണ്ടല്ലോ, ആ സ്പിരിച്വൽ മെച്യൂരിറ്റി നാം ഉപയോഗിക്കണം. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, എല്ലാ വിഷയത്തിനും കൊച്ചു കുഞ്ഞ് കീ 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 എന്ന് കരഞ്ഞ് അപ്പനോട് യാചിക്കുന്നത് പോലെ എല്ലാ വിഷയത്തിനു വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന നല്ലതാണ്. ഉപവസിക്കണം, പ്രാർത്ഥിക്കണം. പക്ഷേ ആ ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നതോടൊപ്പം അതിന് തുല്യമായി നാം ചെയ്യേണ്ടത് നാം ചെയ്തേ മതിയാകുകയുള്ളൂ. ഇന്ന് നാം ചെയ്യേണ്ടത് ഇന്ന് നാം ചെയ്തില്ലെങ്കിൽ നാളെ അതിനുള്ളതായ ഫലം അനുഭവിക്കും. അത് തൊട്ട് പുറകിൽ ഞാൻ വരാം. ഏതായാലും അമാലേക്ക് തോറ്റു. അമാലേക്ക് തോക്കാൻ കാരണം യോശുവയ്ക്ക് പറയാൻ പറ്റത്തില്ല, യോശുവയാണെന്ന് പറയാൻ പറ്റത്തില്ല, ഞാനാണ് യുദ്ധം ചെയ്തത് കൊണ്ട് ജയിച്ചതെന്ന് പറയാൻ പറ്റത്തില്ല. മോശയ്ക്ക് പറയാൻ പറ്റത്തില്ല, ഞാൻ കൈ ഉയർത്തി പിടിച്ചത് കൊണ്ടാണ് യോശുവെ നീ ജയിച്ചതെന്ന് പറഞ്ഞ് മോശയ്ക്ക് പുകഴാൻ പറ്റത്തില്ല. അഹരോനും ഹൂരിനും പറയാൻ പറ്റത്തില്ല, മോശയെ നീ അധികം പൊങ്ങച്ചൊന്നും പറയണ്ട, ഞങ്ങൾ വന്ന് നിന്റെ കൈ ഉയർത്തിയില്ലായിരുന്നെങ്കിൽ നിന്റെ കൈ ഉയർന്നിരിക്കത്തില്ല, അപ്പൊ ഞങ്ങളാണ് ജയത്തിന് കാരണമെന്ന് അവർക്കും പറയാൻ പറ്റത്തില്ല. അവർ യോശുവയ്ക്കും പറയാൻ പറ്റത്തില്ല, ഞാൻ യുദ്ധം ചെയ്തത് കൊണ്ടാണ് യോശുവ യുദ്ധം ചെയ്തു. പക്ഷേ ഹൂരും അഹരോനും മോശയും ഇല്ലായിരുന്നെങ്കിൽ യോശുവയുടെ യുദ്ധ സാമർഥ്യം കൊണ്ട് ഒരു പ്രയോജനമില്ലായിരുന്നു. അപ്പോ ഇൻഡിവിജ്വലി എടുത്തു കഴിഞ്ഞാൽ, വ്യക്തിപരമായി എടുത്തു കഴിഞ്ഞാൽ ആരും ജയത്തിന് കാരണക്കാരല്ല. പക്ഷെ ഒന്നിച്ച് നിന്ന് കഴിഞ്ഞപ്പോ ദൈവം ആ ജയം അവർക്ക് കൊടുക്കുകയാണ്. ഇതാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവം എന്ത് ചെയ്യുന്നറിയാമോ? ആ അമാലേക്കിനെ കുറിച്ചു വെച്ചു. തന്റെ പുസ്തകത്തിൽ അമാലേക്കിനെ നശിപ്പിക്കുമെന്ന് ദൈവം ഹൃദയത്തിൽ തീരുമാനിച്ചിട്ട് തന്റെ പുസ്തകത്തിൽ അത് കുറിച്ചു വെച്ചു. ഉടനെ അല്ല, ജനം മുന്നോട്ട് പോയി. അടുത്ത ചാപ്റ്ററിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മുമ്പ് പറഞ്ഞത് ഒന്ന് തെളിയിച്ച് ഞാൻ മുന്നോട്ട് പോകാം. നാം ചെയ്യേണ്ടത് ഇന്ന് ചെയ്തില്ല എങ്കിൽ നാളെ അത് തോൽവിക്ക് കാരണമായി തീരും. നമുക്ക് മാത്രമല്ല, വരുവാനിരിക്കുന്നതായ തലമുറയ്ക്കും അത് വലിയ ദോഷമായി തീരുമെന്ന് ഒന്നും കൂടെ ഞാൻ ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുക. കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞതാണ് എൻ്റെ ഓർമ്മ. അമാലേക്കിനെ നശിപ്പിക്കണമെന്ന് ദൈവം ഹൃദയത്തിൽ തീരുമാനിച്ചു. അവർ ഇസ്രായേൽ എന്ത് ചെയ്തു? വർഷങ്ങൾ യാത്ര ചെയ്ത് അവര് കനാൻ നാട്ടിലെത്തി. കനാൻ നാട്ടിൽ ന്യായാധിപന്മാരുടെ 300 വർഷവും കഴിഞ്ഞതിന് ശേഷം ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തു. യോഗ്യതയില്ലാത്ത ശൗൽ, താനൊരു രാജാവാകുമെന്ന് യാതൊരു ചിന്തയും ഇല്ലാതിരുന്നത് ശമൂവേലിനെ കാണുവാൻ, തന്റെ ആവശ്യത്തിന് വേണ്ടി ശമൂവേലിനെ കാണുവാൻ ചെന്നു. യഹോവയായ ദൈവത്തിന്റെ അരുളപ്പാടനുസരിച്ച് ശമൂവേൽ എന്ത് ചെയ്തു? ശൗലിനെ രാജാവായി അഭിഷേകം ചെയ്തു. എന്നിട്ട് യഹോവയായ ദൈവം പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു കമ്മീഷൻ തരുന്നു. ഐ ആം ഗോയിങ് ടു ഗീവ് എ കമ്മീഷൻ. യു ഹാവ് ടു ഫുൾഫിൽ ദാറ്റ് കമ്മീഷൻ. എന്താണ് ആ കമ്മീഷൻ? ഇസ്രായേൽ ജനം ചെങ്കടൽ കടന്ന മരുഭൂമിയിൽ എത്തിയപ്പോ അവരോട് അമാലേക്കർ ചെയ്തത് ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകം 14-15 അധ്യായങ്ങൾ നമുക്കത് കാണുവാൻ കഴിയും. അവരോട് ചെയ്തത്, എന്റെ ജനമായ ഇസ്രായേലിനോട് ചെയ്തത്
ഞാൻ കുറിച്ചു വെച്ചിരിക്കുന്നു. ഞാൻ എന്തിനാണെന്നറിയാമോ ശൗലേ നിന്നെ രാജാവായിട്ട് അഭിഷേകം ചെയ്തത്? നീ രാജസ്ഥാനത്തിന് സൂഹിക്കാനല്ല, രാജാവാണെന്ന് പറഞ്ഞ് അഹങ്കരിക്കാനല്ല. ഞാൻ നിന്നെ രാജാവായി അഭിഷേകം ചെയ്തതിന്റെ ഏറ്റവും പരമപ്രധാനമായ ഉദ്ദേശം എന്ന് പറയുന്നത് ആ അമാലേക്കിനെ നീ നിർമൂലമാക്കണം. അതിനുള്ളതായ ശക്തി അവന് കൊടുത്തു, അതിനുള്ളതായ ദൈവാത്മാവിന്റെ ബലം കൊടുത്തു, ആലോചന കൊടുത്തു, ശൗര്യം കൊടുത്തു, സൈന്യം കൊടുത്തു, എല്ലാം ദൈവം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, സമയമായി, നീ അമാലേക്കിനോട് യുദ്ധം ചെയ്യണം. പക്ഷെ കണ്ടീഷൻ ഉണ്ട്, ഞാൻ അമാലേക്കിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ദൈവം പറഞ്ഞതാണ്, ഞാൻ അമാലേക്കിനെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കും. ശൗലേ, നിന്റെ സാമർത്ഥ്യം കൊണ്ടല്ല ഞാൻ ഏൽപ്പിച്ചു തരും, പക്ഷേ നീ ചെയ്യേണ്ടത് ജനത്തിന് ദോഷം, അതുകൊണ്ട് അവരെ നിർമൂലമാക്കി കളയണം എന്ന് ശൗലിന് എന്ത് ചെയ്തു? കമ്മീഷൻ കൊടുത്തു. ശൗല് യുദ്ധത്തിന് പോയി ശൗല് യുദ്ധം ജയിച്ചു. യുദ്ധം ജയിച്ചു കഴിഞ്ഞപ്പോഴാണ് ശൗല് നോക്കിയത്, ഇതെന്തിനാ ഞാനെല്ലാം നശിപ്പിക്കുന്നത്? അവരുടെ ആടുമാടുകൾ എത്ര കൊഴുത്ത ആടുമാടുകളുണ്ട്, എത്ര തടിച്ചവയുണ്ട്, എത്ര നല്ല പാല് തരുന്നതുണ്ട്, എത്ര ഫലപുഷ്ടിയുള്ളതായ മൃഗങ്ങളാണ്. ഇതൊക്കെ കൊന്നു കളഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര നഷ്ടമല്ലേ? അതുകൊണ്ട് ആ തടിച്ചതിനെയും മേധസ്സുള്ളതിനെയും ആരോഗ്യമുള്ളതിനെയൊക്കെ എന്ത് ചെയ്യണം? ശേഷിപ്പിക്കണം. ബാക്കിയുള്ളതിനെയൊക്കെ കൊന്നുകളയാൻ പറഞ്ഞു. രാജാവ് കഴിവുള്ളവനാണ്, അതുകൊണ്ട് രാജാവിനെ എന്ത് ചെയ്യണം? കൊന്നു കളയണ്ട, അവനെ പിടിച്ചു കെട്ടി എന്നെ മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞു. അമാലേക്കിന്റെ രാജാവായ ആക്കീസിനെ പിടിച്ചു കെട്ടി കൊണ്ടുവന്നു. പുഷ്ടിയുള്ളതിനെയും മേധസ്സുള്ളതിനെയും ആരോഗ്യമുള്ള മൃഗങ്ങളെയൊക്കെ കൊണ്ടുവന്ന് തന്റെ അരമനയുടെ അല്ലെങ്കിൽ തന്റെ തൊഴുത്തിനോട് ചേർന്ന് കെട്ടുവാനായിട്ടിടയായി. ശമൂവേലാണ് യഹോവയുടെ നിയോഗം ശൗലിന്റെ മേൽ കൊടുത്തത്. യുദ്ധം ജയിച്ച് മടങ്ങി വരുമ്പോ ശമൂവേല് ശൗലിന്റെ അടുത്ത് ചെന്നു. എന്നിട്ട് ചോദിച്ചു, നിനക്ക് സുഖം തന്നെയോ? സുഖം തന്നെ. നീ യുദ്ധമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? യുദ്ധമൊക്കെ നല്ലതായിരുന്നു, വളരെ നന്നായി ചെയ്തു. ഞാൻ യുദ്ധത്തിന് ജയിച്ചു, എല്ലാത്തിനെയും കൊന്നുകള, സകലത്തിനെ നശിപ്പിച്ചു. അപ്പോൾ ശമൂവേല് ഒന്ന് കാതോർത്തു. എന്നിട്ട് ചോദിച്ചു, നിന്റെ തൊഴുത്തിന്റെ പുറകിൽ നിന്ന് ഞാൻ കാളയുടെ മുക്രയും പശുവിന്റെ കരച്ചിലും ആടിന്റെ ശബ്ദമൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടല്ലോ, അത് എവിടെ നിന്നാണ്? ശൗല് പറഞ്ഞു, അതേ, നിന്റെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കേണ്ടതിന് ഞാൻ അമാലേക്കിൽ നിന്ന് ശേഷിപ്പിച്ചു കൊണ്ടുവന്നത്. അത് മാത്രമല്ല, ഞാൻ രാജാവിനെയും കൊണ്ടുവന്നു. രാജാവ് എന്നാണ്ട് എൻ്റെ കൂടെ ഉണ്ട്. ശമൂവേൽ പറഞ്ഞു, ശൗലെ, അനുസരിക്കുന്നത് യാഗത്തെക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകളുടെ മേധസ്സിനേക്കാളും നല്ലത്. എന്നിട്ട് നീ ഈ അമാലേക്കിനെ ദൈവം തന്നതായ കമ്മീഷൻ പ്രകാരം നീ ചെയ്യാത്തത് കൊണ്ട്, ഭാഗികമായി നീ അനുസരിച്ചത് കൊണ്ട് ദൈവത്തിന് പ്രസാദമായില്ല. ദൈവം നിന്നെ രാജസിംഹാസനത്തിൽ നിന്ന് നീക്കിയിരിക്കുകയാണ്. ഇനി നിനക്ക് രാജാവായിരിക്കാൻ അവകാശമില്ല. രാജസിംഹാസനത്തിൽ നിന്ന് നീക്കി, എന്നിട്ട് ഞാൻ മറ്റൊരുവനെ ആ സ്ഥാനത്തേക്ക് ഞാൻ കണ്ടിരിക്കുകയാണ്. നമുക്ക് ദാവീദിനെ കുറിച്ച് ചുരുക്കമായി മാത്രമേ നമുക്ക് ദാവീദിനെ കുറിച്ച് ഒന്നും അറിയത്തില്ല ആ സമയത്ത്. ഞാൻ പറഞ്ഞു വന്നത്, അമാലേക്ക് ദൈവം പറഞ്ഞതായ ആ കൽപ്പന, ആ ദൗത്യം, ആ കമ്മീഷൻ അതിനനുസരിച്ചില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അനുസരിച്ചു, പക്ഷേ അനുസരണം പൂർണ്ണമായിരുന്നില്ല. അനുസരണം തൻ്റെ ഇഷ്ടത്തിനനുസരിച്ചായിരുന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? ശമൂവേൽ, നമുക്കറിയാം, ദാവീദിന്റെ സമയത്ത് ക്ഷാമമുണ്ടായ കാര്യം ഞാൻ പറഞ്ഞു. കാരണം ചോദിച്ചപ്പോ വിഷയം ഇന്നതാണ് വിഷയം. പിന്നെ അമാലേക്ക് ശേഷിക്കുവാനിടയായി. ആ അമാലേക്കുമായിട്ടുള്ളതായ യുദ്ധം അടിക്കടി വരുവാനിട, ദാവീദും യുദ്ധങ്ങൾ അനവധി ഫേസ് ചെയ്യുവാനിടയായി. ശമൂവേലിന്റെ 1-ാം പുസ്തകം 30-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അമാലേക്കുമായിട്ടുള്ളതായ കഠിനമായ യുദ്ധം നമുക്ക് കാണുവാൻ കഴിയും.
മാത്രമല്ല, തീർന്നില്ല കേട്ടോ. ഇസ്രയേലിന് ഇനിയും നേരിടുവാനിരിക്കുന്ന ഈ കാലഘട്ടത്തിന് ശേഷം നമ്മുടെ സഹസ്രാബ്ദ വാഴ്ച ആരംഭിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇസ്രയേലിന് നേരിടുന്നൊരു വലിയ യുദ്ധമുണ്ട്. ആ യുദ്ധത്തിനുള്ളതായ സന്നാഹങ്ങളെല്ലാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ആരംഭിച്ചത് ജർമ്മനിയാണെന്ന് നമുക്കറിയാം. ജർമ്മനിയുടെ ഭൂരിഭാഗം ജനമെന്ന് പറയുന്നത് അമാലേക്കിന്റെ വംശ പാരമ്പര്യത്തിൽപ്പെടുന്നവരാണ്. ഏതാണ്ട് 120 ചിന്നിച്ചിതറി കിടക്കുന്നതായ ഗോത്രങ്ങൾ, അത് സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതായ ഒരു ദേശമാണ് ജർമ്മനി. ആ ജർമ്മനിയിൽ ഇസ്രയേലിന്റെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് ഈ ചിതറിക്കിടക്കുന്നതായ ഗോത്രങ്ങളാണ്. പക്ഷേ അവരിതുവരെയും ഒന്നിച്ചിട്ടില്ല. അവരെപ്പോഴാണോ ഒന്നിക്കുന്നത് ആ സമയം അവർ ഒന്നിച്ച് ദൈവജനമായ ഇസ്രയേലിനെതിരായ യുദ്ധത്തിന് വരും. ഈ യുദ്ധം ഒഴിവാക്കമായിരുന്നു. ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും ഇനിയും വരുവാനിരിക്കുന്നതായ യുദ്ധവും ഒക്കെ ഒഴിവാക്കമായിരുന്നു. അന്ന് ശൗല് അമാലേക്കിനെ നശിപ്പിച്ചിരുന്നുവെങ്കിൽ നമുക്കറിയാം, എസ്തേറിന്റെ പുസ്തകത്തിൽ യഹൂദ ജാതിയെ ഒന്നടങ്കം കൊന്നുകളയാനായിട്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റു. ആരാണവൻ? അവന്റെ പേരാണ് ഹാമാൻ. ഹാമാൻ എവിടുത്തുകാരനാണ്? അമാലേക്കിനാണ്. അമാലേക്കിന്റെ വംശത്തിൽപ്പെട്ടവനാണ് ഹാമാൻ. ഒരൊറ്റ മനുഷ്യൻ ഇസ്രയേലിനെ കൊന്നു മുടിച്ച് ഇസ്രയേലിന്റെ വംശം മുഴുവൻ നശിപ്പിക്കുവാൻ പ്ലാൻ ചെയ്തവനാണ്. അതിന്റെ മധ്യത്തിൽ ഒരു എസ്തേർ മൊർദെഖായിയും ഇടിവിൽ നിന്ന് നിലവിളിച്ചത് കൊണ്ടാണ് ഇസ്രയേൽ ഇന്ന് ശേഷിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, അന്ന് ശൗൽ ഇസ്രയേലിനെ ആക്രമിച്ചതായ അമാലേക്കിനെ നശിപ്പിക്കുവാൻ ദൈവകൽപ്പന കിട്ടിയപ്പോ അന്ന് ചെയ്യേണ്ടത് അവൻ അന്ന് ചെയ്യാതിരുന്നത് കൊണ്ട് ആ ഇസ്രയേലിന്റെ സന്തതി പരമ്പരകൾ ഒത്തിരി മരണ ഭീതിയെ നേരിടുവാനിടയായി. നമുക്കുള്ളതായ ദൂത്, ദൈവം തരുന്നതായ കാര്യങ്ങൾ, ദൈവം കൽപ്പിക്കുന്നതായ വിഷയങ്ങൾ, നമുക്ക് ദൈവം ഒരുക്കുന്നതായ സാഹചര്യത്തിനനുസരിച്ച് നാം അപ്പോഴപ്പോൾ ചെയ്യുവാൻ തയ്യാറായില്ല എങ്കിൽ ഇന്ന്, നാളെ, മറ്റന്നാളെ, അടുത്ത വർഷം, അതിൻ്റെ അടുത്ത വർഷം എന്ന് പറഞ്ഞ് നമുക്കുള്ളതായ പ്രതിസന്ധികൾ നീണ്ടു പോകും. അത് നമുക്ക് മാത്രമല്ല, നാം ഉൾപ്പെട്ടു നിൽക്കുന്നതായ നമ്മുടെ ജനത്തിനും മറ്റുള്ള പ്രിയപ്പെട്ടവർക്കും അതൊരു ഭാരമായി തീരുവാനിടയാകും. അത് ദൈവം എന്നെ പഠിപ്പിക്കുന്ന കാര്യമാണ്. പോട്ടെ, ഞാൻ വിഷയത്തിൽ നിന്ന് മാറുന്നില്ല. അമാലേക്ക് ഇൻഫ്ലുവൻസ് ത്രൂ ഹിസ്റ്ററി നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. ഹാമാനും അമാലേക്ക് സ്വാധീനം ഒക്കെ നമുക്കത് കാണുവാൻ കഴിയുന്ന കാര്യമാണ്. അപ്പൊ 17-ാമത്തെ അധ്യായം ആ രീതിയിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന അധ്യായമാണ്. ഇനി നമുക്ക് 18-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. പുറപ്പാട് പുസ്തകം 18-ാമത്തെ അധ്യായം. അവിടെ ഇസ്രയേലിന്റെ യാത്രയെ സംബന്ധിക്കുന്നതായ വിഷയത്തുള്ളതായ ബന്ധത്തിൽ വളരെ പ്രധാനപ്പെട്ടതായ ഒരു വിഷയമുണ്ട്. അതോട് ചേർന്ന് ദൈവജനത്തെ വീണ്ടെടുപ്പിലേക്ക് നയിച്ചതായ മോശയുടെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യം നമുക്ക് കാണുവാൻ കഴിയും. ദൈവം നമുക്കൊരു ശുശ്രൂഷ ഏൽപ്പിച്ചാൽ, ദൈവം നമ്മെ ഒരു ദൗത്യത്തിനായി കണ്ടാൽ, നമ്മുടെ സ്വഭാവം ദൈവം ചെക്ക് ചെയ്യുന്ന കൂട്ടത്തിലാണ്. നമ്മുടെ സ്വഭാവത്തിന്റെ രൂപീകരണം ദൈവം അത് ആരാഞ്ഞറിയുന്നതായ കൂട്ടത്തിലാണ്. അതിനുവേണ്ടി അത് മനസ്സിലാക്കാനാണ് പുറപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിന്റെ സബ്ജക്റ്റ് നമ്മൾ എടുക്കുന്നത്. അവിടെ എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. മോശയും കുടുംബവും മരുഭൂമിയിൽ ഒത്തുചേരുകയാണ്. അപ്പോ അവിടെ വന്നു കഴിഞ്ഞപ്പോ മോശ ഇസ്രായേൽ ജനത്തെ വിടുവിക്കാൻ വേണ്ടി അമ്മായിയപ്പനായി യിത്രോവിന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോയത് നമുക്കറിയാം. അപ്പോ മോശയ്ക്ക് ഒരു ഭാര്യ ഉണ്ടെന്നുള്ള കാര്യം അറിയാം. ആ ഭാര്യയുടെ പേര് സിപ്പോറയാണെന്നറിയാം. താനൊരു വലിയ ദൗത്യത്തിന് പോകുന്നത് കൊണ്ട് സിപ്പോറയെ എന്ത് ചെയ്തു? ദൗത്യത്തിനായി പോകുന്നതായ വേള അവിടെ ചെന്നതിന് ശേഷമായിരിക്കാം. ചെന്നതിന് ശേഷം തിരികെ സിപ്പോറ എന്ത് ചെയ്തു? കുഞ്ഞുങ്ങളോട് ചേർന്ന് തിരികെ
അമ്മായിയപ്പന്റെ ഭവനത്തിലേക്ക് തിരികെ അയച്ചു. 18-ാമത്തെ അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ ദൈവം മോശയ്ക്കും തന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ചെയ്തതൊക്കെയും യഹോവ ഇസ്രായേലിനെ മിസ്രയീമിൽ നിന്ന് പുറപ്പെടുവിച്ചതും മിദ്യാന്റെ പുരോഹിതനായ മോശയുടെ അമ്മായിയപ്പനായ യിത്രോ കേട്ടു. അപ്പോൾ മോശയുടെ അമ്മായിയപ്പനായ യിത്രോ മോശ മടക്കി അയച്ചിരുന്ന അവന്റെ ഭാര്യ സിപ്പോറയെയും അവിടെ 2 പുത്രന്മാരെയും കൂട്ടിക്കൊണ്ട് പുറപ്പെട്ടു. അപ്പൊ സിപ്പോറയും കുഞ്ഞുങ്ങളും എവിടാണ്? താൻ മിസ്രയീമിൽ ഫറവോനുമായിട്ടുള്ളതായ ആ എൻകൗണ്ടറിൽ തന്റെ കുടുംബം യിത്രോവിന്റെ അടുക്കലേക്ക് അവൻ മടക്കി അയക്കുവാനായിട്ടിടയായി. അപ്പോ ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് മരുഭൂമിയിൽ എത്തിയപ്പോ യിത്രോ ഈ കാര്യം കേട്ടു. തന്റെ മരുമകനായ മോശ എന്ത് ചെയ്തു? മിസ്രയീമിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ വിടുവിച്ചുകൊണ്ട് വരികയാണ്. ഇനിയും കുടുംബത്തെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട് കാര്യമില്ലല്ലോ. മോശയോടുകൂടെ വിടാമെന്ന് വിചാരിച്ച് മോശയുടെ അടുത്തേക്ക് യിത്രോയും മകളായ സിപ്പോറയും മോശയുടെ 2 മക്കളെയും കൂട്ടിക്കൊണ്ട് മരുഭൂമിയിൽ മോശയുടെ അടുക്കൽ എത്തുകയാണ്. ഞാൻ അന്യദേശത്ത്, അപ്പം പുത്രന്റെ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്, പുത്രന്മാരുടെ കാര്യത്തെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. 18-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, ഞാൻ അന്യദേശത്ത് പരദേശിയായി എന്നവൻ പറഞ്ഞത് കൊണ്ട് അവരിൽ ഒരുത്തന് ഗർഷോം എന്ന് പേരിട്ടു. 2 മക്കളാണ് മോശയ്ക്ക് ഉണ്ടായിരുന്നതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ. അതിൽ മൂത്തവന്റെ പേര് ഗർഷോം എന്നാണ്. ഗർഷോം എന്ന വാക്കിന്റെ അർത്ഥം സോജേണർ അല്ലെങ്കിൽ പരദേശി എന്നാണ്. എന്താണ് അങ്ങനെ പറയാൻ കാരണം? സ്വന്തം ദേശമായ ഇസ്രായേൽ വിട്ട്, സ്വന്തം ദേശമായ ഗോശൻ ദേശം വിട്ട് ഞാൻ മിദ്യാനിൽ പരദേശിയായി പാർക്കുന്നു എന്നുള്ളതിന്റെ വെളിച്ചത്തിൽ മൂത്ത മകൻ ഇട്ടതായ പേരാണ് ഗർഷോം. ഗർഷോം എന്ന വാക്കിന്റെ അർത്ഥം പരദേശി എന്നാണ്. ഗർഷോമിന് ശേഷം 2-ാമത്തെ ഒരു മകൻ ജനിച്ചു. 4-ാമത്തെ വാക്യം, എന്റെ പിതാവിന്റെ ദൈവം എനിക്ക് തുണയായി എന്നെ ഫറവോന്റെ വാളിങ്കിൽ നിന്ന് രക്ഷിച്ചു എന്ന് അവൻ പറഞ്ഞത് കൊണ്ട് മറ്റവന് എലിയേസർ എന്ന് പേരിട്ടു. എലിയേസർ എന്ന് പറഞ്ഞാൽ ദൈവം എന്റെ സഹായി, ഗോഡ് ഈസ് മൈ ഹെൽപ്പ് എന്ന്. അപ്പോ എൽ-എ-അസർ എന്നാണ് ആ വാക്കിന്റെ സ്പ്ലിറ്റിങ്ങിന്റെ രൂപം. ആ എബ്രായ പദത്തിന്റെ സ്പ്ലിറ്റിംഗ് എങ്ങനെയാ വരുന്നത്? ഏൽ എന്ന് പറഞ്ഞാൽ ദൈവമെന്ന്, യഹോവയായ ദൈവം, അത്യുന്നതനായ ദൈവം. എൽ എ എന്ന് പറഞ്ഞാൽ എന്റെ, അസർ എന്ന് പറഞ്ഞാൽ സഹായം. അപ്പോ ദൈവം എന്റെ സഹായി. എവിടെയാ സഹായിച്ചത്? എന്റെ പിതാവിന്റെ ദൈവം എന്റെ എനിക്ക് തുണയായി എന്നെ ഫറവോന്റെ വാളിങ്കൽ നിന്ന് രക്ഷിച്ചു. ഫറവോന്റെ വാളിങ്കൽ നിന്ന് രക്ഷിച്ചു. അപ്പോ ഫറവോന്റെ വാളിങ്കൽ നിന്ന് രക്ഷിക്കപ്പെട്ടതായ അല്ലെങ്കിൽ രക്ഷ പ്രാപിച്ചതായ അനുഭവമാണ് എലിയാസറിന് പറയാനുള്ളത്. നമുക്കും ആ സാക്ഷ്യമല്ലേ പറയാനുള്ളത്? പിശാചിന്റെ മരണ വാളിങ്കൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു നമ്മെ വിടുവിച്ചു. തന്റെ മരണം മൂലം മരണത്തിനായി വിധിക്കപ്പെട്ടിരുന്നതായ നമ്മെ നിത്യമായ മരണത്തിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു തന്റെ മരണം നിമിത്തം നമ്മെ വിടുവിക്കുവാനിടയായി. നാം ആരാണ്? ദൈവ മുമ്പാകെ നാം ഓരോരുത്തരും എലിയാസറാണ്. പ്രൈസ് ദി ലോർഡ്. എലിയാസർ എന്ന് പറഞ്ഞാൽ ദൈവം എന്റെ സഹായി, ഗോഡ് ഈസ് മൈ ഹെൽപ്പ്. മോശയുടെ അമ്മായിയപ്പനായ യിത്രോ അവന്റെ പുത്രന്മാരോടും അവന്റെ ഭാര്യയോടും കൂടെ മോശ പാളയം ഇറങ്ങിയിരുന്ന മരുഭൂമിയിൽ ദൈവത്തിന്റെ പർവ്വതത്തിങ്കിൽ അവന്റെ അടുക്കൽ വന്നു. ഇനി അടുത്തത് ദൈവത്താൽ നിയോഗിക്കപ്പെട്ടതായ മോശയുടെ സ്വഭാവത്തിന്റെ വൈശിഷ്ട്യം മനസ്സിലാക്കാൻ ദൈവം അവിടെ ഒരുക്കുന്നതായ ഒരു കാര്യമാണ്. അപ്പൊ നമ്മുടെ മരുഭൂ യാത്രയിൽ അല്ലെങ്കിൽ നമ്മുടെ ക്രിസ്തീയ യാത്രയിൽ ദൈവം അപ്പോഴപ്പോൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ചില സാഹചര്യങ്ങൾ നമ്മുടെ സ്വഭാവം മനസ്സിലാക്കുവാനായി ദൈവം നമുക്ക് വേണ്ടി തെളിച്ചു തരുന്നതായ ചില സാഹചര്യങ്ങളാണ്. അവിടെ നമ്മൾ എങ്ങനെയാണ് അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നത്, അതിനനുസരിച്ചിരിക്കും ദൈവം നമ്മോട് ഇടപെടുന്നതായ വിഷയം. ഞാൻ പറഞ്ഞു മനസ്സിലായോ? എന്താണ് ആ വിഷയം നോക്കാം. യിത്രോയും മകളായ സിപ്പോറയും അല്ലെങ്കിൽ മോശയുടെ ഭാര്യയായ സിപ്പോറയും മക്കളായ ഗർഷോമും എലിയാസറും മോശയുടെ അടുത്തെത്തി. അപ്പൊ മോശ, നിന്റെ അമ്മായിയപ്പൻ യിത്രോ എന്ന ഞാനും
നിന്റെ ഭാര്യയും 2 പുത്രന്മാരും നിന്റെ അടുക്കൽ വന്നിരിക്കുന്നു എന്ന് അവൻ മോശയോട് പറയിച്ചു. മോശ തന്റെ അമ്മായിയപ്പനെ എതിരേൽപ്പാൻ ചെന്ന് വണങ്ങി അവനെ ചുംബിച്ചു. അവർ തമ്മിൽ കുശലപ്രസനം ചെയ്ത് കൂടാരത്തിൽ വന്നു. ഇവിടെയൊക്കെ എഴുതപ്പെടാത്തതായ ഒത്തിരി കാര്യങ്ങളുണ്ട്. മോശയുടെ ജീവിതത്തിൽ തൻ്റെ കുടുംബം നിമിത്തം മോശ അനുഭവിച്ചതായ മാനസികവും ആത്മീകവുമായ ഒത്തിരി കഷ്ടതകൾ ചരിത്രത്തിന്റെ പിന്നാമ്പുറത്ത് കിടപ്പുണ്ട്. വേദപുസ്തകത്തിൽ വ്യക്തമായി അത് രേഖപ്പെടുത്തിയിട്ടില്ല. പക്ഷേ അത് തൽമൂദിൽ ഇസ്രായേലിന്റെ ചരിത്രത്തിൽ അത് വളരെ വിശാലമായി എഴുതിയിട്ടുണ്ട്. മോശ കടന്നുപോയതായ ആ പ്രയാസങ്ങൾ, മോശ നേരിട്ടതായ അവഗണനകൾ, പറഞ്ഞു മനസ്സിലായ മോശ നേരിട്ടതായ അവഗണനകൾ, മോശ തൻ്റെ സ്വന്തം കുടുംബത്തിൽ നിന്ന് നേരിട്ടതായ അപമാനങ്ങൾ, മോശ പറഞ്ഞത് അംഗീകരിക്കുവാൻ കൂട്ടാക്കാത്തതായ ഒരു കുടുംബം, ഇതൊക്കെ മോശയുടെ പിന്നണിയിലുണ്ട്. അതൊന്നും പരിശുദ്ധാത്മാവ് ദൈവവചനത്തിൽ രേഖപ്പെടുത്തില്ല. കാരണം അതൊക്കെ നമ്മുടെ രക്ഷയുടെ പദ്ധതിക്ക് ആവശ്യമില്ലാത്തതായ കാര്യങ്ങളായതുകൊണ്ടാണ് രേഖപ്പെടുത്താത്തത്. അത്യാവശ്യമായ ചില കാര്യങ്ങൾ, നമുക്ക് വളരെ വളരെ അത്യാവശ്യമായി അറിയേണ്ടതായ ചില കാര്യങ്ങൾ മാത്രമേ പരിശുദ്ധാത്മാവ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ അത് എടുത്തു പറയുവാനായിട്ട് തീരുന്നത്. പ്രൈസല്ലോ. അപ്പോൾ ആ അവഗണനയും എന്താ പറയുന്നത്, കുടുംബത്തിൽ നിന്ന് ലഭിച്ചതായ കൈപ്പേറിയ അനുഭവവും മോശയെ പോലെ ഒരാൾക്കുണ്ടായാൽ ഈ വരുന്ന അമ്മായിയപ്പനെയോ തൻ്റെ ഭാര്യയായ സിപ്പോറയെയോ ഒരു മനുഷ്യൻ കാര്യമായി സ്വീകരിക്കാൻ പറ്റത്തില്ല. അതാണ് ബാക്ക്ഗ്രൗണ്ട്. പക്ഷേ മോശ എന്താ ചെയ്തത്? തനിക്ക് ലഭിച്ചതായ തിക്തമായ അനുഭവങ്ങൾ, തനിക്ക് ലഭിച്ചതായ ആ ബിറ്റർ എക്സ്പീരിയൻസ് ഒന്നും അവൻ പുറമേ കാണിച്ചില്ല. തൻ്റെ ഭവനത്തിൽ നിന്ന്, തൻ്റെ ഭാര്യാഭവനത്തിൽ നിന്ന് അമ്മായിയപ്പനും ഭാര്യയും വന്നു കഴിഞ്ഞപ്പോൾ പിന്നിൽ സംഭവിച്ചതായ കാര്യങ്ങളൊക്കെ മറന്നിട്ട് വളരെ സ്നേഹത്തോടുകൂടെ അമ്മായിയപ്പനെയും പിന്നെ ആ ഭാര്യയെയും സ്വീകരിക്കുകയാണ് മോശ. യഹോവയുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ വിടുവിച്ചതിനാൽ അവർക്ക് ചെയ്ത എല്ലാ നന്മ നിമിത്തവും ഇത്രോ സന്തോഷിച്ചു. ഇത്രോ ദൈവസന്നിധാനത്തിൽ മോശയ്ക്ക് വളരെ പിന്താങ്ങലുമായിട്ട് വളർന്നു വന്നിരിക്കുകയാണ്. അപ്പോൾ ഏതായാലും അവരുടെ കൂടിക്കാഴ്ചയിൽ അവർ തമ്മിലുള്ളതായ സ്നേഹബന്ധം വളരെ ദൃഢപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇത്രോയും മോശയും അവർ തമ്മിലുള്ളതായ കോൺവെർസേഷൻ, അവർ തമ്മിലുള്ളതായ ആ അഭിമുഖ സംഭാഷണമൊക്കെ നമുക്ക് 8 മുതൽ 12 വരെയുള്ളതായ വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയും. തുടർന്ന് മോശയുടെ പ്രവൃത്തി എന്താണെന്ന്, അല്ലെങ്കിൽ മോശ ചെയ്യുന്ന ജോലി എന്താണെന്ന് അമ്മായിയപ്പനൊരു ആഗ്രഹം. അത് സാധാരണ വരുന്ന കാര്യമാണ്. അതുകൊണ്ട് അമ്മായിയപ്പനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അമ്മായിയപ്പന് ഒരാഗ്രഹം വന്ന് മരുമോൻ എന്താണ് ജോലി ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി മോശയുടെ ആ ന്യായാധിപ സീറ്റിലേക്ക് ചെന്നപ്പോ എന്താ സംഭവിക്കുന്നത്? നേരം വെളുക്കുമ്പോ തന്നെ മോശയുടെ കൂടാരത്തിന്റെ വാതിൽക്കൽ ഭയങ്കര ലൈനാണ്. ഭയങ്കര ലംബ ലൈൻ നമ്മൾ പറയാറില്ലേ, ഭയങ്കര ക്യൂ ആണ്. എന്താ കാര്യം? ന്യായം നഷ്ടപ്പെടുന്നതും അന്യായം സഹിക്കേണ്ടി വന്നതുമായ ആൾക്കാരുടെ ഒരു വലിയ നിരയാണ്. കംപ്ലൈന്റുമായി ഓരോരുത്തർ വന്ന മോശയോട് എന്ന് പറയുകയാണ്, എനിക്ക് ഇന്ന കാര്യത്തിൽ കംപ്ലൈന്റ് ഉണ്ടായി, എനിക്ക് ഇന്ന കാര്യം, എന്നോട് ഇന്നത് ചെയ്തു, എനിക്ക് ദോഷം ചെയ്തു എന്ന് പറഞ്ഞ് തുടർമാനമായി മോശയോട് കംപ്ലൈന്റ് പറയുകയാണ്. മോശ ഓരോരുത്തരെയും വിളിച്ചിരുത്തി അവരവരുടെ ഓരോരുത്തരുടെയും കംപ്ലൈന്റ് കേൾക്കുവാനിടയായി. ആ കംപ്ലൈന്റ് തീരുന്ന പരിപാടിയില്ലല്ലോ, നമുക്കും അങ്ങനെയാണല്ലോ. പരാതി തീർന്നിട്ടുള്ള ഒരവസരം നമ്മുടെ ജീവിതത്തിലും ഇല്ല. അപ്പോൾ ഒരു ന്യായാധിപനായ മോശയുടെ കാര്യം പറയേണ്ട കാര്യമില്ല. മോശയുടെ മുമ്പിൽ പരാതിക്കാരുടെ ഭയങ്കര ലൈനാണ്. രാവിലെ ഒരുപക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുന്നതിന് മുമ്പേ ആയിരിക്കും എമർജൻസിയുമായിട്ട് ഒരാൾ വരുന്നത്. അദ്ദേഹം കാലത്തെ കാപ്പി പോലും, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ കാലത്തെ കാപ്പി പോലും കുടിക്കാതെ ചുട്ടുവെച്ച ദോശയും ചമ്മന്തിയും പോലും കഴിക്കാൻ പറ്റാതെ പരാതിയൊക്കെ ഇരിക്കുക. ഒരു പരാതി കഴിഞ്ഞിട്ട് പോയി പല്ല് തേക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ
പല്ല് തേക്കാൻ പോലും സമയം കിട്ടിയില്ല, വെള്ളം കുടിക്കാൻ സമയം കിട്ടിയില്ല, ബ്രേക്ക്ഫാസ്റ്റ് സമയമില്ല, ചായ കുടിക്കാൻ സമയമില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചില്ല. പ്രൈസലോ, സന്ധ്യയായിട്ടും എന്ത് ചെയ്യുന്നില്ല, ആൾക്കാരുടെ എണ്ണം കുറഞ്ഞില്ല. ഇതിങ്ങനെ എത്ര കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇത്ര പറഞ്ഞില്ല, അനുഭവിക്കുക. എൻ്റെ വീട്ടിൽ നിന്ന് ആയിരുന്നപ്പോഴേ കുറച്ചാളുകളെ നോക്കിയാൽ മതിയായിരുന്നല്ലോ, എന്തു സുഖമായിരുന്നു. കുറച്ചാളുകളെ നോക്കി അവരുടെ കാര്യം നോക്കി നടന്നാൽ മതിയായിരുന്നല്ലോ, സുഖമല്ലായിരുന്നു. അനുഭവിക്ക്. ഞാൻ അന്നേ പറഞ്ഞതാ, പോകണ്ടെന്ന് പറഞ്ഞതാ. ഇപ്പൊ എന്ത് പറ്റി? വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ ഈ ആൾക്കാരുടെ എല്ലാം പരാതിയും കേട്ട്, അവരുടെ ആട്ടും തൂപ്പും കേട്ട്, അവര് പറയുന്ന വഴക്കും കേട്ട് ഇങ്ങനെ നടക്കുകയില്ലേ എന്ന് പറഞ്ഞ് ഇത്ര കുറ്റം പറഞ്ഞില്ല. ഇത്ര എന്ത് ചെയ്തു? എല്ലാം കണ്ടു. കണ്ടിട്ട് രാത്രിയായപ്പോ കിടക്കാൻ പോയ സമയമായിരിക്കും. മോശ വന്ന് ഇത്രയെ വിളിച്ചു. ഇത്ര വന്ന് മോശയെ വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, മോനെ, ഞാൻ കണ്ടു, രാവിലെ മുതൽ നീ ഇരിക്കാൻ തുടങ്ങിയതല്ലേ, ഇത് നിനക്ക് ഭയങ്കര കഠിനമായ ജോലിയാണ്. നീ ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അധിക നാൾ മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. നിന്റെ ഈ കഠിന ജോലി നിനക്ക് പക്ഷേ കഠിനമാണെന്ന് തോന്നത്തില്ല. കാരണം ദൈവത്തിന്റെ കൃപ നിന്റെ മേലുള്ളത് കൊണ്ട്. പിന്നെ നിന്റെ ശരീരത്തിന് അത് വഹിക്കുവാൻ കഴിയാതെ വരും. മുന്നോട്ട് പോകുമ്പോ അത് നിനക്ക് വലിയ ഭാരമായി തീരും. അതുകൊണ്ട് എന്ത് ചെയ്യണം? നീ ഇങ്ങനെ അങ്ങ് ചെയ്യരുത്. നീ എന്ത് ചെയ്യണം? ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ തരാം. ആ ഉപദേശം നീ കേൾക്കണം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. മോശ ആരായിരുന്നു നോക്കണം. മോശ, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മിസ്രൈമിലെ സകല വിദ്യയും ഉന്നതമായ നിലയിൽ പഠിച്ച് രാഷ്ട്രീയമായാലും സാമ്പത്തികമായാലും സൈന്യപരമായാലും ഭരണപരമായാലും എല്ലാ തുറയിലും എല്ലാ സെക്ഷനിലും അഗ്രഗണ്യനായി മാറിയ വ്യക്തിയാണ് മോശ. വിദ്യാസമ്പന്നനാണ്. അന്ന് ലോകത്തിലെ ഏറ്റവും സംസ്കാര സമ്പന്നമായി നിൽക്കുന്ന സാമ്രാജ്യമാണ് മിസ്രൈം. മിസ്രൈമിലെ കൊട്ടാരത്തിലെ ഫറവോന്റെ അടുത്ത ഭരണാധികാരിയായി തീരേണ്ട വ്യക്തിയാണ്. മന്ദബുദ്ധിയല്ല, ഉദാസീനനല്ല, മടി പിടിച്ചവനായിരിക്കരുത്. ആ രാജ്യത്തുള്ളതായ സകല കാര്യങ്ങളും ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുവാൻ മിടുക്കനായ ഒരു വ്യക്തിയായിരിക്കണം ഫറവോൻ. അത് ആ മിടുക്ക് മോശയിൽ ഫറവോൻ കണ്ടതുകൊണ്ടാണ് തനിക്ക് ശേഷം ഫറവോനായി മോശയെ അവിടെ നിയമിച്ചിരുന്നത്. അപ്പം ആ ഫറവോന് ശേഷം അടുത്ത ഫറവോനായി തീരേണ്ട ആളായിരുന്നു മോശ. അപ്പൊ മോശയുടെ ജ്ഞാനമായാലും മോശയുടെ കഴിവായാലും തീരുമാനമെടുക്കുവാനുള്ളതായ ആ മിടുക്കായാലും എല്ലാ തരത്തിലുമുള്ളതായ ആ ഉയർന്ന നിലയിൽ നിന്നതായ മോശ. ആ മോശയോട് ഇപ്പം ആരാ വന്ന് പറയുന്നത്? ഒരു തലമുടി നരച്ച വൃദ്ധനായ ഒരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ ക്വാളിഫിക്കേഷൻ എന്താ? ഈ മനുഷ്യന്റെ ക്വാളിഫിക്കേഷൻ അവൻ ദൈവത്തിന്റെ പുരോഹിതനാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ. ദൈവത്തിന്റെ പുരോഹിതൻ. പിന്നെ ക്വാളിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ കുറെ ആട് വളർത്തുന്ന ആടിന്റെ ഉടമസ്ഥൻ. ഇത്രയേ ഉള്ളൂ ക്വാളിഫിക്കേഷൻ. ഈ മനുഷ്യന് ഇത്രയും ഉന്നത വിദ്യാഭ്യാസമുള്ളതായ മോശയെ ഉപദേശിക്കാൻ എന്താ യോഗ്യത? അങ്ങനെ ഉപദേശിച്ചാൽ തന്നെ നാം ആണ് മോശയുടെ സ്ഥാനത്തെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരുപക്ഷെ ആ പ്രായം നോക്കി അല്ലെങ്കിൽ തലമുടി നരച്ചതല്ലേ എന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ എന്ത് ചെയ്യും? മിണ്ടാകുന്ന തല കുലുക്കും. പക്ഷേ ചെയ്യുന്നത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യും. അങ്ങനല്ലേ നമ്മൾ സാധാരണ ചെയ്യാറ്? ഉപദേശി പുൽപ്പിറ്റിൽ നിന്ന് അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്ന് കഠിനമായി പറയുകയാണ്. എല്ലാം കേട്ടുകൊണ്ടിരിക്കും. ഹോളിൽ നിന്ന് വെളിയിറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം നമ്മുടെ ഇഷ്ടം. പിന്നെ അടുത്ത ആഴ്ച കേട്ടാൽ മതിയല്ലോ. കേൾക്കുക എന്നുള്ളൊരു ചിന്ത മാത്രമേ ഉള്ളൂ. അനുസരിക്കാനുള്ള കാര്യം നമ്മളെ കൊണ്ട് പറ്റാത്തൊരു കാര്യമാണ്. ഇവിടെയാണ് മോശയുടെ സ്വഭാവം ചിന്തിക്കുന്നത്. ഉന്നത വിദ്യാഭ്യാസവും ഉന്നത കഴിവുമുള്ള ആ മോശ തന്നെ പോലെ വിദ്യാഭ്യാസമില്ലാത്തതും കഴിവില്ലാത്തതുമായ വൃദ്ധനായ ഒരു മനുഷ്യൻ തന്നെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോ അത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. മോശയ്ക്ക് പറയാമായിരുന്നു, കഴിഞ്ഞ 40 വർഷത്തിന് മുമ്പേ 40 വർഷം ഞാൻ ഫറവോന്റെ കൊട്ടാരത്തിലാണ്. ഫറവോന്റെ കൊട്ടാരത്തിൽ മിസ്രൈമിന്റെ എല്ലാ പരാതികളും എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതെല്ലാം ഞാൻ സോൾവ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒരു മിദ്യാന്യന്റെ
ഉപദേശത്തിന്റെ ആവശ്യമില്ല, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് മോശയ്ക്ക് പറയാമായിരുന്നു. മോശ ഒന്നും പറഞ്ഞില്ല. മോശ കേട്ടു. മോശ കേട്ടിട്ട് മോശയോട് ഇത്ര പറഞ്ഞു, നീ ഇങ്ങനെ പോയാൽ വലിയ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് നീ എന്ത് ചെയ്യണം, നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. ജനത്തിന് ആദ്യം 1000 പേർക്ക് ഒരു ലീഡറിനെ നിയമിക്കണം. 1000 പേർക്ക് ഒരു ലീഡറിനെ നിയമിക്കണം. എന്നിട്ട് ഈ 1000 പേരിൽ തന്നെ 100 പേർക്ക് ഒരു 100 പേരുടെ ഒരു ലീഡറിനെ നിയമിക്കണം. അങ്ങനെ 50 പേർക്ക് ഒരു നേതാവ്, 10 പേർക്ക് ഒരു ലീഡർ. ഇങ്ങനെ നിങ്ങൾ ലീഡറിനെ തിരിക്കണം. ആദ്യത്തെ 10 കൂട്ടരിൽ ആ പരാതിയുമായി ആ 10 കൂട്ടരുടെ ലീഡറിന്റെ അടുത്തേക്ക്, നേതാവിന്റെ അടുക്കിലേക്ക് പരാതിയുമായി ചെല്ലണം. അപ്പൊ ആ മനുഷ്യനെ കേൾക്കുവാൻ 10 പരാതിയേ ഉള്ളൂ. 10 പരാതി കേട്ടിട്ട് ന്യായമായിട്ടുള്ളത് ചെയ്യാൻ അദ്ദേഹത്തെ അങ്ങ് കൽപ്പിച്ചേക്കണം. ചിലപ്പോൾ ഇനി അദ്ദേഹത്തിന് സോൾവ് ചെയ്യാൻ വന്ന 10 പേരുടെ തലവന് സോൾവ് ചെയ്യാൻ പറ്റാത്ത വിഷയമാണെങ്കിലോ അതെന്ത് ചെയ്യണം, 100 പേരുടെ തലവനായിരിക്കുന്ന ആളെടുത്ത് ചെല്ലണം. നമ്മുടെ നാട്ടിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റും പിന്നെ അതുപോലെ ജില്ലാ കോടതിയും ഹൈക്കോർട്ടും സുപ്രീം കോർട്ടും പിന്നെ പ്രസിഡന്റും ഉള്ളതുപോലെ എന്ത് ചെയ്യണം, ഗ്രൂപ്പായിട്ട് നിങ്ങൾ നേരത്തെ തിരിക്കണം. 10 പേർക്ക് അധിപതി, 50 പേർക്ക് അധിപതി, 100 പേർക്ക് അധിപതി, 1000 പേർക്ക് അധിപതി, 10000 പേർക്ക് അധിപതി. 10 പേരുടെ കുറ്റങ്ങൾ ആ 10 പേരുടെ തലവൻ സോൾവ് ചെയ്യട്ടെ. അവന് സോൾവ് ചെയ്യാൻ പറ്റാത്തതായ വിഷയമുണ്ടെങ്കിൽ 100 പേരുടെ തലവനെ കൊണ്ട് ചെല്ലട്ടെ. ഇനി അവന് സോൾവ് ചെയ്യാൻ പറ്റാത്ത വിഷയമുണ്ടെങ്കിൽ 1000 പേരുടെ തലവനെ ചെന്ന് കാണട്ടെ. അവന് സോൾവ് ചെയ്യാൻ പറ്റാത്തതാണെങ്കിൽ അതിനും സീനിയർ ആളിനെ പോയി കാണട്ടെ. ഇവർക്ക് ആർക്കും സോൾവ് ചെയ്യാൻ പറ്റാത്ത വിഷയം നിന്റെ മുമ്പിൽ കൊണ്ടുവരട്ടെ. നിന്റെ മുമ്പിൽ വരുന്നതായ കേസുകളുടെ എണ്ണം തുലവും കുറവായിരിക്കും. നിനക്ക് ജനത്തിന് ആവശ്യാനുസരണം ന്യായപാലനം ചെയ്യാം. നിനക്ക് വിശ്രമം കിട്ടും. ജനത്തിന്റെ കാര്യങ്ങൾ ക്ലിയർ ആക്കുകയും ചെയ്യാം എന്ന ഉപദേശം ഇത്ര മോശയ്ക്ക് കൊടുത്തു. മോശ ആ ഉപദേശം അതുപോലെ സ്വീകരിക്കുകയാണ്. ഒരു ക്വസ്റ്റ്യനിങ്ങും ഇല്ല. പറഞ്ഞു മനസ്സിലായോ? ഒരു ക്വസ്റ്റ്യനിങ്ങും ഇല്ല, ഒരു ആർഗ്യുമെന്റും ഇല്ല, ഒരു അനുസരണക്കേടുമില്ല. അതുപോലെ സ്വീകരിക്കുക. ഇതാണ് ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടതായ അല്ലെങ്കിൽ ഒരു ദൈവ പുരുഷന്റെ സ്വഭാവ ഗുണം. പ്രൈസ് ദി ലോർഡ്. ആരെയും അവഗണിക്കാതെ നാം കേൾക്കുന്നതായ ദൈവികമായ ഗുണമെന്ന് തോന്നുന്നതായ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിന് പ്രയോജനപ്പെടുമെന്ന് തോന്നുന്നത് ദൈവവചനത്തിൽ പ്രസ്താവിക്കപ്പെട്ടിരിക്കുന്നത്, ഞാൻ പറഞ്ഞത് ബുദ്ധിപരമായ ആലോചനയല്ല, ദൈവവചനപ്രകാരം എന്താണോ നാം ചെയ്യേണ്ടത് എന്ന് ദൈവം എഴുതി വച്ചിരിക്കുന്നത് നമ്മോടൊരുവൻ പറയുമ്പോൾ അത് നാം സ്വീകരിക്കുവാൻ നാം താഴ്മയും വിനയവും അനുസരണ മനോഭാവമുള്ളവനായിരിക്കണം. ഞാൻ ഉന്നതനാണ്, ഞാൻ ഏതാണ്ട് കുലമഹിമയുള്ളവനാണ്, എന്നെ ഉപദേശിപ്പാൻ ആരുമില്ല, എനിക്ക് എന്നെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും എന്ന് തുടങ്ങുന്ന ആ വൃദ്ധാഭിമാനമുണ്ടല്ലോ, വൃദ്ധാഭിമാനം ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് ദൈവിക സ്വഭാവത്തിന് നാം അനുരൂപരാകുവാൻ മോശയെ ഒന്ന് കണ്ടുപഠിക്കുന്നത് നല്ലതാണ്. നമുക്ക് ഈ മരുഭൂയാത്രയിൽ മോശയോട് ചേർന്നൊന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. മോശയോട് ചേർന്ന് യാത്ര ചെയ്യുമ്പോൾ മോശ തൻ്റെ ഭവനത്തിലൊക്കെയും വിശ്വസ്തനായിരുന്നത് പോലെ യേശുവും തന്നെ ഏൽപ്പിച്ചതിലൊക്കെയും വിശ്വസ്തനായിരുന്നു എന്ന് എബ്രായ ലേഖന കർത്താവ് പറയുന്നുണ്ട്. 3-ാം അധ്യായത്തിലാണെന്ന് തോന്നുന്നു, 2-ാം അധ്യായത്തിലോ 3-ാം അധ്യായത്തിലോ. അപ്പോ കർത്താവായ യേശു ക്രിസ്തുവിനെ താരതമ്യം ചെയ്യുവാൻ എബ്രായ ലേഖന കർത്താവ് മോശയെ എടുക്കുകയാണ്. ഒരിക്കലും മനുഷ്യനെയും ദൈവമായ കർത്താവിനെയും തമ്മിൽ താരതമ്യം ചെയ്യാനേ പറ്റത്തില്ല. പക്ഷേ ഈ ഒരു വിശ്വസ്തതയുടെ കാര്യത്തിൽ മോശയും കർത്താവും തമ്മിലുള്ളതായ ആ താരതമ്യം ഉപേക്ഷിച്ചു കൂടുവാൻ കഴിയാത്ത രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയി എബ്രായ ലേഖന കർത്താവ് എടുത്തു പറഞ്ഞിരിക്കുക. അങ്ങനെയെങ്കിൽ ആ മരുഭൂയാത്രയിൽ മോശയിലുണ്ടായ സ്വഭാവ ഗുണങ്ങൾ ഒരു സക്സസ്ഫുൾ ക്രിസ്ത്യൻ ലൈഫിന് വളരെ ആവശ്യമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പൊ 12-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ടതായ കാര്യം ഇതാണ്. 13 മുതലുള്ളതായ വാക്യങ്ങൾ, 13 മുതൽ 16 വരെയുള്ളതായ വാക്യങ്ങളിൽ
മോശ ന്യായാധിപനായിരിക്കുന്ന കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ മോശ 17 മുതൽ 27 വരെയുള്ളതായ വാക്യങ്ങളിൽ മോശയുടെ ജോലിഭാരം കുറയ്ക്കുവാൻ ഇത്രോ കൊടുക്കുന്ന ഉപദേശവും മോശ അത് സ്വീകരിക്കുന്നതും അതിന്റെ പ്രായോഗിക പ്രയോജനവും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതാണ് 18-ാം അധ്യായത്തിന്റെ പ്രത്യേകത. അതുകൊണ്ട് 18-ാം അധ്യായം നമ്മുടെ പഠനത്തിൽ ഒരു വലിയ നാഴികക്കല്ലാണ്, വളരെ പ്രാധാന്യമർഹിക്കുന്നതായ വിഷയം കൂടിയാണ്. 19-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജനം സീനായി പർവ്വതത്തിലെത്തി. സീനായി പർവ്വതത്തിൽ ഒരൊറ്റ കാര്യം പറഞ്ഞ് ഞാൻ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. സീനായി പർവ്വതത്തിന്റെ അടുത്തെത്തിയതായ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ സീനായി പർവ്വതത്തിന്റെ അടുത്തെത്തി 3 ദിവസം കഴിയുമ്പോൾ യഹോവയായ ഞാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരും. ഇറങ്ങി വരുമ്പോ നിങ്ങൾ ആരും പർവ്വതത്തോട് അടുക്കരുത്, പർവ്വതത്തിൽ തൊടുകയും അരുത്. ആരെങ്കിലും പർവ്വതത്തോട് അടുത്ത് വന്ന് പർവ്വതത്തെ തൊട്ടാൽ അവൻ മനുഷ്യനായാലും ഉന്നതനായാലും മൃഗമായാലും എന്ത് ചെയ്യണം? അവന്റെ ശരീരം തൊടാതെ അവനെ കല്ലെറിഞ്ഞു കൊല്ലണം. യഹോവയായ ദൈവം, അതിപരിശുദ്ധനായ ദൈവം ഇരിക്കുന്ന പർവ്വതത്തിൽ അതിന്റെ സമീപത്തേക്ക് ചെല്ലുവാൻ ഇസ്രായേൽ ജനത്തിൽ ഒരുവനും അനുവാദമില്ലായിരുന്നു. ഒരു വ്യക്തി മാത്രം, ആരാന്നറിയാമോ? മോശയ്ക്ക് മാത്രം യഹോവയായ ദൈവം പെർമിഷൻ കൊടുത്തു. യു കം ടു മൈ പ്രസൻസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടൻ സീനായ്. ഈ സീനായ് പർവ്വതത്തിന്റെ മുകളിൽ നീ വരിക എന്ന് പറഞ്ഞ് മോശയ്ക്ക് മാത്രം പെർമിഷൻ കൊടുക്കുകയാണ്. ആ 3 ദിവസം 47-ാമത്തെ ദിവസമാണ് ഇസ്രായേൽ ജനം സീനായി മരുഭൂമിയിൽ എത്തുന്നത്. ഏതു മുതൽ? മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ 47-ാമത്തെ ദിവസം. 3 ദിവസം നിങ്ങൾ വസ്ത്രമലക്കി കുളിച്ച് നിങ്ങളെ തന്നെ ശുദ്ധിയുള്ളവരായി സൂക്ഷിക്കണം. 3 ദിവസം കഴിയുമ്പോൾ ഞാൻ സീനായി പർവ്വതത്തിൽ ഇറങ്ങി വരും. 47 3 50-ാമത്തെ ദിവസം ദൈവം പ്രമാണവുമായി ഇറങ്ങി വന്നതായ ആ സീനായി പർവ്വതത്തിന്റെ നിഴലാണ് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വാക്യം. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും കേൾക്കുമാറ് കാണുമാറ് എന്ത് ചെയ്തു? കുടിയ കാറ്റടിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വരുന്നത്. പഴയ നിയമത്തിൽ 50-ാമത്തെ ദിവസം യഹോവയായ ദൈവം തന്റെ ജനത്തിന്റെ മധ്യത്തിൽ ഇറങ്ങി വന്ന് അത് ഒരു ഉത്സവമായി അവർക്ക് കൊടുത്തു എങ്കിൽ അതിന്റെ 1500 വർഷം കഴിഞ്ഞപ്പോ, കൃത്യം 1500 വർഷം കഴിഞ്ഞപ്പോ അതേ പർവ്വതത്തിന്റെ ഇങ്ങേയറ്റത്ത് യെരൂശലേമിൽ അവർ കൂടിയിരുന്നതായ അപ്പോസ്തലന്മാർ അടങ്ങി 120 പേർ കൂടിയിരുന്നതായ മാളിക മുറിയിൽ പരിശുദ്ധാത്മാവ് വളരെ ശക്തിയോടെ ഇടിമുഴക്കത്തോടെ കടന്നു വന്നു. ആ സീനായി 19-ാം അധ്യായത്തിൽ സീനായി പർവ്വതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായോ, എന്തൊക്കെ ശബ്ദങ്ങൾ ഉണ്ടായോ, എന്തൊക്കെ കാഴ്ചകൾ ഉണ്ടായോ, അതെല്ലാം 1500 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ റിപ്പീറ്റ് ചെയ്യുകയാണ്. അപ്പോസ്തലന്മാരടക്കം 120 പേർ കൂടിയിരുന്ന മർക്കോസിന്റെ മാളിക മുറിയിൽ അതുപോലെ പ്രത്യക്ഷമാകുകയാണ്. നോക്കണം, ന്യായപ്രമാണവും പുതിയ നിയമവും തമ്മിലുള്ളതായ ബന്ധം എന്തെന്ന് നോക്കണം. അന്ന് അത് അക്ഷരികമായി ദൈവത്തിന്റെ പ്രസൻസ് ഉണ്ടായി. പർവ്വതത്തെ തുടരുത് എന്ന് പറഞ്ഞെങ്കിൽ പുതിയ നിയമത്തിൽ എല്ലാവരും ദൈവസന്നിധിയിലേക്ക് കൂടി വരുവീ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിലേക്കുള്ളതായ ഫെലോഷിപ്പ്, ദൈവവുമായിട്ടുള്ളതായ, അല്ലെങ്കിൽ തൃത്വത്തിൽ മൂന്നാമനായ പരിശുദ്ധാത്മാവുമായിട്ടുള്ളതായ ഏകോപനം, യൂണിറ്റി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ജനത്തിന് പഴയ നിയമത്തിൽ ദൈവത്തിന് അടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവർ അശുദ്ധി നിറഞ്ഞവരാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപം കഴുകപ്പെട്ട് വിശുദ്ധീകരിക്കപ്പെട്ടതായ നാം പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു ചെന്ന് ആ ദൈവത്തിന്റെ ആലയത്തിൽ അതിപരിശുദ്ധ സ്ഥലത്ത് തിരശീല മറികടന്ന് നേരിട്ട് ദൈവസന്നിധിയിലേക്ക് ചെല്ലുവാനുള്ള അവകാശം നമുക്ക് തന്നതാണ്. അതാണ് പുതിയ നിയമത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറയുന്നത്. അത് നഷ്ടപ്പെടുത്തുവാൻ നാം ഒരിക്കലും ഇടയാകരുത്.
ആ പ്രസൻസിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ച് മുന്നോട്ട് പോകുവാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. ആ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയിട്ട് മോശയെ വിളിച്ച് പർവ്വതത്തിൽ കയറ്റി. എന്നിട്ട് യഹോവയായ ദൈവം മോശയ്ക്ക് പ്രമാണം കൊടുക്കുകയാണ്. ദൈവം കൽപ്പലകയിൽ, ദൈവം കൊണ്ടുവന്ന കൽപ്പലകയിൽ ദൈവത്തിന്റെ അക്ഷരങ്ങൾ വിരലുകൊണ്ട് ആ പാറയിൽ എന്ത് ചെയ്തു? എൻഗ്രേവ് ചെയ്ത് 10 കൽപ്പനകൾ എഴുതി മോശയുടെ കൈവശം കൊടുക്കുകയാണ്. 10 കൽപ്പനകൾ മാത്രമല്ല, ആ 10 കൽപ്പനകൾ ഉൾപ്പെടെ 613 കമാൻഡ്മെന്റ്സ്, 613 കൽപ്പനകൾ ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുക്കുകയാണ് സീനായി മലയിൽ വെച്ച്. ആ 613 കൽപ്പനകൾ എന്ന് പറയുന്നതിനേക്കാൾ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, കണക്ഷൻസ് എന്ന് പറയുന്നതാണ് ഭംഗി. അതാണ് ആ വാക്ക് എന്ന് പറഞ്ഞാൽ ദൈവത്തെ മനുഷ്യനുമായി ബന്ധിപ്പിക്കുവാൻ, അല്ലെങ്കിൽ പാപം ചെയ്തതായ മനുഷ്യനെ ദൈവവുമായിട്ട് ബന്ധപ്പെടുവാൻ 613 കണക്ഷൻസ് ദൈവം കൊടുത്തു. ഈ കണക്ഷൻസ് ഒന്നുപോലും നഷ്ടപ്പെടുവാൻ പാടില്ല. കണക്ഷൻ നഷ്ടപ്പെട്ടാൽ ബന്ധത്തിന് വ്യത്യാസം വരും. അതുകൊണ്ട് ഈ കൽപ്പനകൾ പൂർണ്ണമായും അനുസരിക്കണമെന്ന് പറഞ്ഞ് 20, 21, 22, 23, 24 അധ്യായങ്ങളിൽ സോഷ്യൽ നിയമങ്ങൾ, ആരാധനാ നിയമങ്ങൾ ഉൾപ്പെടെ ഒരു നിയമത്തിന്റെ പരമ്പര നമുക്ക് കാണുവാനായിട്ട് കഴിയും. 25-ാമത്തെ അധ്യായത്തിൽ കർത്താവും ദൈവവും ജനവുമായിട്ട് ഒന്നിച്ചു പാർക്കുവാൻ ദൈവം ചെയ്ത ഏറ്റവും വലിയ പദ്ധതിയാണ് ടബർനാക്കിൾ, അല്ലെങ്കിൽ സമാഗമന കൂടാരം. അടുത്ത ആഴ്ചയിൽ ദൈവം അനുവദിച്ചാൽ സമാഗമന കൂടാരത്തിന്റെ ആ ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. വളരെ വളരെ പ്രധാനപ്പെട്ടതും, പഴയ നിയമത്തിൽ ആ സമാഗമന കൂടാരം പുതിയ നിയമ സഭയെയും നമ്മെ ഓരോരുത്തരെയും എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് സമാഗമന കൂടാരത്തിൽ കൂടെയാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. സമാഗമന കൂടാരത്തെ കുറിച്ച് വ്യക്തമായി അറിയാത്ത ഒരുവന് പുതിയ നിയമത്തിന്റെ പ്രമാണത്തെ കുറിച്ച് ഒന്നും അറിയാൻ കഴിയുകയില്ല. കാരണം ആരാധനയുടെയും ദൈവിക കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗമരണത്തെയും അത് നമ്മെ എങ്ങനെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നു എന്നുള്ളതിന്റെയും പഠനമാണ് സമാഗമന കൂടാരം. സമാഗമന കൂടാരം അതുകൊണ്ട് ദൈവസഭയുടെ, പുതിയ നിയമസഭയുടെ ഒരു നിഴലായി നിൽക്കുകയാണ്. ആ നിഴൽ മനസ്സിലാകാതെ ഒരു മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ദൈവം സഹായിച്ചാൽ താല്പര്യമുള്ളവർക്ക് സമാഗമന കൂടാരത്തിന്റെ ആ പിക്ചോറിയൽ ഗ്രാഫ് ഉൾപ്പെടെ അടുത്ത ക്ലാസ് ഞാൻ എടുക്കുന്നതായിരിക്കും. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഞാൻ ക്ലാസ് അവസാനിപ്പിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം.